കോഴിക്കോട് സൗത്ത് മണ്ഡലം എം.എൽ.എ. ഫൈസൽ ബാബുവിന്റെ പി.എ. നിയമനത്തിൽ യൂത്ത് ലീഗിലും ലീഗിന്റെ സർവീസ് സംഘടനയായ SEUവിലും അമർഷം. NGO യൂണിയൻ സജീവ പ്രവർത്തകനായ അബൂ താഹിറിനെ നിയമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രതിഷേധം. SEUവിനെ ദ്രോഹിക്കുന്നതിൽ അബൂ താഹിർ മുൻപന്തിയിലായിരുന്നുവെന്നും വിമർശനം ഉയരുന്നുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ബെൻസൺ, കടുത്ത വിമർശനമാണ്, അതുകൊണ്ട് തന്നെ പ്രതിഷേധവും അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ പ്രതിഷേധത്തിന് ആരാണ് നേതൃത്വം നൽകുന്നത്? അവരുടെ ആവശ്യം എന്താണ്? സ്വാതി, കോഴിക്കോട് സൗത്ത് മണ്ഡലം MLA ആയിട്ടുള്ള ഫൈസൽ ബാബുവിന്റെ PA നിയമനത്തിലാണ് ഇപ്പോൾ യൂത്ത് ലീഗിലും അതോടൊപ്പം തന്നെ ലീഗിന്റെ സർവീസ് സംഘടനയായ SEUവിലും വലിയ അമർഷം പുകയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ PA ആയി നിയമിച്ചിട്ടുള്ള അബൂ താഹിർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആദ്യം ഈ ലീഗിന്റെ സർവീസ് സംഘടനയായ SEUവിന്റെ ഭാഗമായിരുന്നു, അതിൽ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം NGO യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും SEUവിനെ അവരെ ദ്രോഹിക്കുന്ന മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു എന്നുള്ളതുമാണ് അമർഷത്തിന് കാരണമായും അല്ലെങ്കിൽ പ്രതിഷേധത്തിന് കാരണമായും ഈ പ്രവർത്തകർ ഉയർത്തി കാണിക്കുന്നത്. അതായത് ഈ PA ആയി നിയമിക്കാൻ വേണ്ടി യോഗ്യതയുള്ള നിരവധി ആളുകൾ ഉണ്ടായിട്ടും ഈ സംഘടനയ്ക്ക് പുറത്തുള്ള അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്ന പുറത്തുള്ള ഒരാളെ നിയമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആക്ഷേപത്തിന് കാരണം. ഇതിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം ഇത് വലിയ ചർച്ചയാകുകയും പ്രതിഷേധമായി ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലീഗിന്റെ ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ചില മെസ്സേജുകൾ അത് വായിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു പ്രതിഷേധത്തിന്റെ തോത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചിലത് ഞാൻ വായിക്കാം. നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് വല്ലതും കിട്ടാൻ കത്തും വാങ്ങി നമ്മൾ നടന്ന് ചെരുപ്പ് തേഞ്ഞു, എന്നാൽ പാർട്ടി വിരുദ്ധരെ എടുക്കാതിരിക്കുക എങ്കിലും ചെയ്യേണ്ടേ? അതുമില്ല. പാർട്ടിയിൽ സജീവമായി രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച നമ്മൾ പ്രവർത്തിച്ചതാണ് തെറ്റ് എന്നതാണ് നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ പുകഞ്ഞ് കത്താൻ തുടങ്ങിയാൽ കെടുത്താൻ പ്രയാസമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ലീഗ് തീരുമാനം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, ഈ ക്യാപ്സൂൾ ഉപയോഗിച്ച് മുന്നേറുക എന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രവർത്തക സമിതി ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകളാണ്. അതായത് ഈ ഫൈസൽ ബാബുവിന്റെ PA നിയമനവുമായി ബന്ധപ്പെട്ട് അമർഷം കാര്യമായി തന്നെ പുകയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡെപ്യൂട്ടേഷനിൽ ഇത്തരത്തിൽ PA അടക്കമുള്ള ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആരെ നിയമിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റ് നൽകുന്നത് ഈ സർവീസ് സംഘടനയായിട്ടുള്ള SEU തന്നെയാണ്. പക്ഷേ ഈ സംഘടന നൽകിയ ഈ ലിസ്റ്റിന് പുറത്തു നിന്നുള്ള ഒരാളെ PA ആയി നിയമിക്കുന്നതിൽ MLA തന്നെ മുൻകൈ എടുത്തു എന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ജില്ലാ നേതൃത്വത്തിന്, മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിനുൾപ്പെടെ SEO കത്ത് നൽകിയിരുന്നു. അത് സ്റ്റേറ്റ് SEUവിന്റെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ യൂണിറ്റ് കമ്മിറ്റി നൽകിയ കത്ത് ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം SEUവിനെ ദ്രോഹിക്കാൻ മുൻപന്തിയിൽ നിന്ന NGO യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളെ ഫൈസൽ ബാബുവിന്റെ PA ആക്കിയതിൽ വലിയ അമർഷമുണ്ട്. അദ്ദേഹത്തെ പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള ഭാരവാഹിത്വത്തിൽ നിർത്തരുത് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തെ PA ആയി നിയമിച്ചു കഴിഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അതിലുണ്ടാകുമോ, ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഇതിലൊരു പ്രതികരണം ഔദ്യോഗിക ഭാഗത്തു നിന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. സ്വാതി. ശരി ബെൻസൺ, എന്തായാലും വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.